പോലുള്ളവരെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നെയ്യാറ്റിൻകരയിൽ മരിച്ച ഗോപന്റെ ഭാര്യ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് കൂടി നമ്മൾ മാനിച്ചാണ് പറയുന്നത്. എന്നാലും ആ റിപ്പോർട്ട് വരട്ട് അന്ന് ഇതുപോലെ വിളിച്ച് എല്ലാവർക്കും അത് എത്തിക്കും. ഇതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ് ഇപ്പോൾ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്നൊരു കാര്യമുണ്ട്, സമാധിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിലായിരുന്നു തർക്കമായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഓൺ റിമൂവിങ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം ദ പോർഷൻ ഓഫ് ദ ബോഡി comprising of head, neck, chest, upper part of the abdomen, both arms up to elbow, in and up to right posture, was seen above a dune of greenish powdery particles, sputum, and white crystalline particles having camber-like smell. Greenish powdery material was seen firmly adherent on the exposed part of head, including face and neck. On clearing the surroundings, the body appeared to be in a cross-legged sitting position, restrained with saffron-colored soiled cloth. അപ്പോൾ സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത്. അതിൽ യാതൊരു വിധമായിട്ടുള്ളൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് 4ാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ 4ാമത്തെ പാരഗ്രാഫ്. അതായിരുന്നു അവർ എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സമാധിയായിരുന്നു എന്നുള്ളത്. നമുക്ക് ഇത് തരാം വേണമെങ്കിൽ ഇത് തരാം. 4ാമത്തെ പാരഗ്രാഫിൽ സമാധിയായിരുന്നു, എങ്ങനെ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ സമാധിയായിരുന്നു എന്ന് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ 4ാമത്തെ പാരഗ്രാഫിൽ അല്ല, പ്രാഥമികമായിട്ട് 80% റിപ്പോർട്ട് ഡോക്ടറും പോലീസും ഒക്കെ അംഗീകരിച്ചാണ്. അതിന് മറുത്തൊരു റിപ്പോർട്ട് വന്നതായിട്ടുള്ള ചരിത്രം കുറവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നേരത്തെ വിശ്വസിച്ച പോലെ തന്നെ ഈ കുടുംബം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കുന്നു. വേറെ റിപ്പോർട്ട് വരുമെങ്കിൽ അതിൻ്റെതായ റിപ്പോർട്ടുകളുടെ ചലനം ഇതിലുണ്ടാകുമായിരുന്നു എന്നാണ്. ഈ പോസ്റ്റ്മോർട്ടം നിരവധി ചെയ്ത ആളുകൾ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ പ്രാഥമിക റിപ്പോർട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് അവർക്ക് ഇതിൽ നോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ അയച്ചിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കെമിക്കൽ അനാലിസിസിനുള്ള കാര്യങ്ങൾ ഈ ശരീരത്തിൽ കാണുമായിരുന്നു. പക്ഷെ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇത് ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ കാര്യം. ഏറ്റവും അവസാനത്തിന് മുമ്പത്തെ പാരഗ്രാഫിലെ ഒരു റണ്ണിംഗ് ലെറ്റർ ആയിട്ടുള്ള ഒരു 18ാമത്തെ ലൈൻ, stomach contained a few black granule particles mixed with soft unidentified materials having no unusual smell. മുകളിൽ കൺഫ്യൂഷനൊക്കെ പറയുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള സമാധി സമയത്തുള്ള കാര്യങ്ങളാണ്. അതൊന്നും മരണകാരണമല്ല. പിന്നെ അടുത്തൊരു മരണകാരണമായിട്ട് നമുക്ക് ചിലപ്പോൾ അനുമാനിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും അകത്തൊരു എന്തെങ്കിലും പാർട്ടിക്കിൾസ് പോയിട്ടുണ്ടോ എന്നുള്ളത്. അതാണ് സ്റ്റൊമക്ക് കണ്ടെയ്ൻഡ് എ ഫ്യൂ black granules mixed with soft unidentified materials having no unusual smell. മെഡിക്കൽ എത്തിക്സ് പ്രകാരം അതിൽ സമാധി എന്നൊന്നല്ലോ, അതിന് മരണം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്നുള്ളതല്ലേ? അല്ല, സമാധി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. സമാധി ആയിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞത്. ആ സമാധി ഈ പോസ്റ്ററിൽ തന്നെയാണ്. അതിൽ യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സും ഇല്ലാതെ, അതായത് പുറമേ നിന്നൊരു ഫോഴ്സൊന്നും ഇല്ലാതെ സമാധി ആയിരുന്ന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സമാധിയായിട്ടുള്ള മൃതദേഹം തിരികെ എടുത്തത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 4ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. ആ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അല്ല, അതാണ് പറഞ്ഞത്. ഓൺ റിമൂവ് നെയ്യാറ്റിൻകരയിൽ മരണപ്പെട്ട ഗോപന്റെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സമാധി സ്ഥലം ഉപജീവന മാർഗമല്ല എന്നുള്ള കാര്യവും അതിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങളിലും ഒക്കെയാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്.